തസ്ബീഹ്സ്കാരം എന്നാണ് പറഞ്ഞാൽ ചെറുതായിട്ട് എപ്പോൾ ചെയ്യുന്നതാണെങ്കിലും രണ്ട് രീതിയിലുണ്ടല്ലോ. തസ്ബീഹ്സ്കാരം എന്ന് പറഞ്ഞാൽ അഹ്ലു ബൈത്തിന് നിൽക്കാറ്, അതിനാണല്ലോ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് തന്നെ മുഅ്തദിലികൾക്ക് അതിനോട് ഭയങ്കര വെറുപ്പാ. 11 സനദ് 11 തരീഖിലൂടെ തസ്ബീഹ്സ്കാരം റിവായത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 11 തരീഖിലൂടെ തസ്ബീഹ്സ്കാരം റിവായത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ 10 അഹ്ലു ബൈത്തിൽ നിന്നിട്ടാണ്. 1 ജാബിർ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നിട്ടോ. അഹ്ലു ബൈത്ത് അല്ലെങ്കിൽ തങ്ങളുടെ അത്രയും അടുത്ത അൻസാരികളിൽപ്പെട്ട വലിയൊരു മഹാനാണ്. അപ്പൊ ബാക്കി 10 സനദും അഹ്ലു ബൈത്തിൽ നിന്നിട്ടാണ്. അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു, ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹു തുടങ്ങി 10 ആളുകൾ അഹ്ലു ബൈത്തിൽ നിന്നു. അങ്ങനെ 11 പരമ്പരയിലൂടെ റിവായത്ത് ചെയ്യപ്പെട്ട കൂട്ടത്തിൽ 2 രീതിയിലാണ് അതിന്റെ രീതി റിവായത്തിൽ വന്നത്. അതായത് ഒന്നിപ്പോ സാധാരണ നമ്മൾ ചെയ്യുമ്പോൾ തസ്ബീഹ്സ്കാരത്തിൽ നിന്ന് 2 റക്അത്ത് നിസ്കരിക്കുന്നു എന്ന നിയ്യത്തോടുകൂടി വജ്ജത്തോതി ഫാത്തിഹ സൂറത്തോതി ഒരു സൂറത്ത് ഏതെങ്കിലും ഓതാനാണ്. അത് പിന്നെ പിൽക്കാലത്ത് ചില മഹാന്മാരായ ഇമാമിങ്ങൾ പറഞ്ഞു തസ്ബീഹ് കൊണ്ട് തുടങ്ങുന്ന സൂറത്തുകൾ കിട്ടുമെങ്കിൽ അതാ നല്ലത്. സബ്ബഹ യുസബ്ബിഹു സബ്ബിഹ് തുടങ്ങിയിട്ടുള്ള, അല്ലെങ്കിൽ പിന്നെ അൽഹാഖും തകാസുർ. നമ്മക്കൊക്കെ എഫിലില്ലാത്ത സാധുക്കളായ നമ്മക്കൊക്കെ അല്ലാതെ ഒന്നാമത്തെ റക്അത്തിൽ അൽഹാഖും തകാസുർ ഓതാം. രണ്ടാമത്തേതിൽ വല്ലസ്രി, മൂന്നാമത്തേതിൽ ഖുൽ യാ അയ്യുൽ കാഫിറൂന, നാലാമത്തേതിൽ ഖുൽ ഹുവല്ലാഹ്. എന്നിട്ട് 15 വട്ടം തസ്ബീഹ് ചെല്ലുക. റുക്കൂയിൽ സാധാരണ തസ്ബീഹ് ദിക്ർ സുബ്ഹാന റബ്ബിയൽ അസീമിന്റെ ശേഷം 10 വട്ടം, ഇഅ്തിദാലിൽ സാധാരണ ദിക്റിന്റെ ശേഷം 10 വട്ടം, സുജൂദിലും അങ്ങനെ തന്നെ സാധാരണ ദിക്റിന്റെ ശേഷം 10 വട്ടം, ഇടയിൽ ഇരുത്തത്തിലും 10 വട്ടം, പിന്നെ രണ്ടാം സുജൂദിലും 10 വട്ടം, പിന്നെ ഇസ്തിറാഹത്തിന്റെ ഇരുത്തത്തിൽ 10 വട്ടം, അങ്ങനെ 75. ഈ റിവായത്തിലൊക്കെ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്നുള്ളൂ. അബ്ദുല്ലാഹി ഇബ്നു ജാഫർ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് റിവായത്ത് ചെയ്യുന്ന ഒരു റിവായത്ത്, ഈ 10ൽ ഒരു റിവായത്ത് അബ്ദുല്ലാഹി ഇബ്നു ജാഫർ റളിയല്ലാഹു തആല അൻഹു. ആ റിവായത്തിൽ വജ്ജത്ത് ഓതി കഴിഞ്ഞാൽ 15 വട്ടം ചെല്ലുക, ഫാത്തിഹ ഓതുക, ഒരു സൂറത്ത് ഓതുക, അതിനുശേഷം 10 വട്ടം ചെല്ലുക. അപ്പൊ നൃത്തത്തിൽ 15ഉം 10ഉം 25 വട്ടം, പിന്നെ റുക്കൂയിൽ 10, ഇഅ്തിദാലിൽ 10, സുജൂദിൽ 10, ഇടയിലിരുത്തത്തിൽ 10, രണ്ടാമത്തെ സുജൂദിൽ 10, ഖലാസ് 75ആയി. ഈ റിവായത്തിൽ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അദീം ഉണ്ട്. ഇങ്ങനെ അപ്പൊ അബ്ദുല്ലാഹി ഇബ്നു ജാഫർ റളിയല്ലാഹു അൻഹുവിന്റെ റിവായത്തിലാണ് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബറിന്റെ പുറമെ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അദീം എന്നും കൂടിയുള്ളത്. ആ റിവായത്ത് അനുസരിച്ചുള്ള അമലിൽ നൃത്തത്തിൽ 15 വട്ടം ഉള്ള 25 വട്ടമുണ്ട്, ഇസ്തിറാഹത്തിന്റെ ഇരുത്തത്തിൽ തസ്ബീഹില്ല. ബാക്കി വരുന്ന 10 റിവായത്തുകളിലും തസ്ബീഹ് സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്നുള്ളൂ. നൃത്തത്തിൽ സൂറത്തിന് ശേഷം 15 ചെല്ലും, ഇസ്തിറാഹത്തിന്റെ ഇരുത്തത്തിൽ 10. അപ്പൊ ഈ 2 രീതിയിലും ചെയ്യാം. അപ്പൊ ചുരുക്കത്തിൽ ഈ 2 രീതിയിലും ചെയ്യാം എന്ന് മാത്രമല്ല, മുജ്തഹിദീങ്ങളിൽപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു തആല മുജ്തഹിദാണ്, ഷാഫി ഇമാമിനെയൊക്കെ പോലെയുള്ള മുജ്തഹിദാണ്. പക്ഷെ പിൽക്കാലത്ത് പിന്തുടർച്ചക്കാരായ ആളുകൾ ഇല്ലാത്തതുകൊണ്ട് അത് ഇടയ്ക്ക് നിന്നു മോശമായതുകൊണ്ടല്ല. അങ്ങനെയുള്ള ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു തആല ചിലപ്പോൾ ഒരു റിവായത്തനുസരിച്ച്, മറ്റു ചിലപ്പോൾ മറ്റു റിവായത്തനുസരിച്ച് മാറി മാറി അമൽ ചെയ്യാറുണ്ടായിരുന്നു. അത് തന്നെയാണ് നല്ലത് എന്നാണ് ഇമാം സാജി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞതും. എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ലാഹുല ഖുവത കൂട്ടിയിട്ട് ചെല്ലുക, ചിലപ്പോൾ അതില്ലാതെ ചെല്ലുക. ചിലപ്പോൾ നൃത്തത്തിൽ 25 വട്ടം ചെല്ലുക, ഇസ്തിറാഹത്തിന്റെ ഇരുത്തത്തിൽ ചെല്ലാതെ. ചിലപ്പോൾ നൃത്തത്തിൽ 15 ചെല്ലിയിട്ട് ഇസ്തിറാഹത്തിന്റെ ഇരുത്തത്തിൽ. അപ്പൊ അങ്ങനെ 2 രീതിയിലും മാറി മാറി നിസ്കരിക്കാറുണ്ടായിരുന്നു എന്ന് അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു തആല. അപ്പൊ എന്താ, ഈ എല്ലാ റിവായത്ത് കൊണ്ടും അമലായി എന്നാണ് എനിക്ക് ചുരുക്കം. ജമാഅത്ത് സുന്നത്തില്ലാത്ത നിസ്കാരം ആണ്. ജമാഅത്ത് പ്രത്യേകം സുന്നത്തില്ലാത്തതാണ്. പക്ഷേ ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ പറ്റാത്തൊരു നിസ്കാരം അല്ലാഹു പടച്ചിട്ടില്ല ഭൂമിയിൽ. ഏത് നിസ്കാരത്തിലും എന്താക്കുക, ജമാഅത്തായിട്ട് നിസ്കരിക്കാം. പക്ഷെ സുന്നത്തുള്ളതും ഇല്ലാത്തതും ഉണ്ട്. ഇപ്പൊ ഉദാഹരണം, സുബഹിന്റെ മുമ്പുള്ള 2 റക്അത്ത് നിസ്കരിച്ച് എല്ലാവരും ആ കൂട്ടത്തിൽ ജമാഅത്തായിട്ടാണ് നിൽക്കുന്നത്, പ്രശ്നമൊന്നുമില്ല. സുന്നത്ത് അങ്ങനെ ചെയ്യാന്നുള്ളൂ. പക്ഷെ നിൽക്കാത്തിന് കേടൊന്നുമില്ല, നിൽക്കാതെ ചെയ്യാവും. ദൂറിന് മുമ്പുള്ള സുന്നത്ത്, ദൂറിന് ശേഷമുള്ള സുന്നത്ത്, വിത്ർ, ദുഹ ഒക്കെ വേണമെങ്കിൽ എന്താ ആക്കാം. പക്ഷേ സുന്നത്തുണ്ടോ ഇതിലൊക്കെ ഇല്ല എന്നതുപോലെയാണ്
തസ്ബീഹ് നിസ്കാരത്തിൽ ജമാഅത്ത് സുന്നത്തില്ല. പക്ഷേ എന്താവാം, നിസ്കരിക്കാം ജമാഅത്തായി. അത് സാധാരണ ജനറൽ രൂപം ജനങ്ങൾക്ക് തസ്ബീഹ് നിസ്കാരം പരിശീലിപ്പിക്കാൻ വേണ്ടിയോ ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോൾ ഇല്ലാത്ത പ്രത്യേകമായ ഉന്മേഷവും ഉത്സാഹവും ഇബാദത്തിൽ കിട്ടുമോ, ഈ രണ്ടാലൊന്നുണ്ടെങ്കിൽ അപ്പോൾ ജമാഅത്ത് സുന്നത്തും ആവുന്നു. അങ്ങനെ വെറിയെ പറഞ്ഞു. ശരി, അസ്ലി ജായിസാണ്, സുന്നത്തില്ല എങ്കിലും അറിയാത്തവർക്ക് പരിശീലിപ്പിക്കാൻ വേണ്ടിയിട്ടോ ചെയ്യുന്നവർക്ക് ഉന്മേഷവും ഉത്സാഹവും ലഭിക്കാൻ വേണ്ടിയിട്ടോ ആണെങ്കിൽ മുസ്തഹബാണ്, കൂലി.